ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽസ്. നമ്മൾ ഒരു മിനി ബുക്ക് ഉണ്ടാക്കാൻ പോവാണ്. A4 ഷീറ്റ് എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു മടക്കിൽ മടക്കുക. തേർഡ് ഒന്നും കൂടി മടക്കുവാണ്. നമുക്ക് അപ്പോൾ 1 2 3 4 സെക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങോട്ട് വളഞ്ഞ് പോയിട്ട് ഇങ്ങനെ വരണം. എന്നിട്ട് ഇങ്ങനെ സാവധാനം മടക്കി എടുക്കാൻ നമുക്ക് കുറച്ച് പാടാണ്. പിന്നെ സാവധാനം മടക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മടക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇടം വരെയാണ് കട്ട് ചെയ്യേണ്ടത്. നല്ലാണ്ട് അക്കാപ്പുക്കിയൊന്നും ആക്കരുതേ. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. അക്കാപ്പുക്കി ആക്കിയാൽ പിന്നെ എന്നെ പോലെ തന്നെ ആക്കണം, ഇല്ലെങ്കിൽ നിങ്ങളോട് തെറ്റിപ്പോകും. രണ്ടോടി കുറച്ച് തെറ്റിപ്പോയപ്പോൾ ഒന്ന് തൊട്ട് ആളം വരെ വേണം. നമുക്ക് ആക്കി കൊടുക്കാം. അപ്പം സാവധാനമാക്കിയാൽ മതി, തിരക്കൊന്നും വേണ്ട. സാധാരണ ഇങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. നമ്മൾ ഇങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. നമ്മൾ ബുക്കിൻ്റെ ഒക്കെ യൂട്യൂബ് ചാനൽ വെക്കുന്നുണ്ട്. അതാണ് ഇങ്ങനെ ഡോട്ട് വന്നിട്ടില്ല. മതി. നമുക്കപ്പോൾ മടക്കാനും പരിപാടിയൊന്നും ഇപ്പോൾ ഇല്ല. നമുക്ക് നല്ല രീതിക്ക് മടക്കണം. ഒരു സൈഡ് ഇങ്ങനെ വെട്ടിക്കളയണം. നമുക്ക് ആ പോവറ്റിയ സൈഡിൽ നിന്ന് പരിപാടി തുടങ്ങാം. ഫസ്റ്റ് അങ്ങനെ ഇങ്ങോട്ട് മടക്കണം, സെക്കൻഡ് അങ്ങനെ ഇങ്ങോട്ട് മടക്കണം. ഞാനിത് ഇപ്പം വന്നത് ഫ്രണ്ടോട്ട്, ഇപ്പം വന്നത് ബാക്കോട്ട്, ഇപ്പം വന്നത് ഫ്രണ്ടോട്ട്, ഇപ്പം വന്നത് ബാക്കോട്ട്. ബാക്കും ഫ്രണ്ടും ആയിട്ടാണ് മടക്കേണ്ടത്. ഞാൻ മടക്കുന്ന പോലെ അല്ലാണ്ട് മടക്കരുതേ. നമ്മൾ യൂട്യൂബ് ചാനൽ മിനി ബുക്ക് ഉണ്ടാക്കുന്നതല്ലേ. അപ്പം നമുക്ക് ജസ്റ്റ് അങ്ങനെയൊന്നും ആക്കിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ഒരു തൊടൽ മതി. നമുക്ക് ഇതിങ്ങനെ ആക്കണമെങ്കിൽ കുറച്ച് പാടായിരിക്കും. അപ്പം നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. മിനി ബുക്ക് ഉണ്ടാക്കാം, നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഇങ്ങനെ മടക്കുക, പിന്നെ ആ പൊസിഷനിൽ തന്നെ ഇങ്ങനെ ഒന്ന് പോകണം. എന്നിട്ട് അപ്പുറത്തും അങ്ങനെ തന്നെ പോയിട്ടതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ തുറക്കണം. എന്നിട്ട് നമുക്ക് ഇത് മൂടിയിട്ട് സിസർ എടുക്കണം. നമുക്ക് രണ്ട് ഇങ്ങനെ വെച്ച ഭാഗം നമുക്ക് കട്ട് ചെയ്യാം. ഒന്നാമത്തെ ഭാഗം ഇതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ഭാഗം ചെറിയൊരു ഷേപ്പാക്കുന്നുണ്ട് അല്ലേ. ഗായ്സ്, നമുക്കിത് തുടങ്ങാം. നമുക്കപ്പം ഇത് തുടങ്ങുന്നതിന് മുമ്പേ നമുക്കൊരു സാധനം ചെയ്യേണ്ടി വരും. പശ വേണം. പശ നമുക്ക് പശ ഇങ്ങനെ മാത്രമാക്കിയാൽ മതി കേട്ടോ. കുറച്ച് മുമ്പേയാക്കാൻ പറ്റും. ഇങ്ങനെ മൂടാം, ഇതിലേക്ക് വെക്കാം. എന്നിട്ട് ഇങ്ങനെ മൂടാട്ടോ. പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെയും കൂടി ഒന്ന് ഷെയ്ഡാക്കാനുണ്ട്. ശ്രദ്ധിച്ച് നോക്കണം.
കാരണം നമ്മൾ ശ്രദ്ധിച്ച് നോക്കി ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തേലും ഒന്ന് അങ്ങനെ തന്നെ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കും. ഇത് തെറ്റിപ്പോയി കേട്ടോ ഗായ്സ്. അവസ്ഥാനം കൂടിയിട്ടുള്ളത് കേട്ടോ. തെറ്റിനോട്ടാ കുറവിട്ടോ. നമുക്ക് ഈ സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞു. നമുക്കിനി അപ്പുറത്തെ സൈഡിലോട്ട് പോകാം. ആദ്യമായിട്ട് നമുക്ക് ഫസ്റ്റിൽ കുറച്ച് പശ നമുക്ക് ഇതെല്ലാം അയച്ച സൈഡ് വരും. അപ്പം ഗായ്സ് നമുക്ക് ബാക്കി സൈഡ് ഒട്ടിക്കാം. ബാക്കി സൈഡ് ഒട്ടിപ്പിടിച്ചേക്കും. വീഡിയോ ആയി ഒന്നും കൂടി ഇങ്ങനെ ആക്കിയെടുക്കും. അപ്പം നമ്മൾ ഇങ്ങനെയും കൂടി അതൊന്ന് ഫിറ്റാക്കി കൊടുക്കണം. പശ ഒരു തുള്ളി ഒരു കുത്തു ഇട്ട് കൊടുത്താൽ മതി. ഇല്ല ഞാൻ ഇവിടെ അപ്പുറത്ത് കൊടുത്തു. നമുക്ക് എങ്ങനത്തെ പേപ്പർസ് ആണെങ്കിൽ ഇടാൻ പറ്റും. നമുക്കിനി അതുപോലെ തന്നെ നമുക്കൊന്നും കൂടി ഒന്നാക്കണം. പിന്നെ പ്രസ് ചെയ്യലാണ് പരിപാടി. പ്രസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ പോരൂല. നമുക്കപ്പം മിനി ബുക്ക് റെഡിയായി കാണിക്കാം. നമുക്ക് ഇത് ഡെക്കറേഷൻ ചെയ്യാൻ അതിനായിട്ട് ഞാൻ ബ്ലാക്ക് കളർ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഉള്ള കളറൊക്കെ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് കണ്ണ് വരക്കണം. നെക്സ്റ്റ് ചെറുങ്ങനെ ഇതും കൂടി വരച്ചു കൊടുത്താൽ മതി. വരക്കാം. മൗത്ത് വരച്ചിട്ട് എടുക്കാം. ഇതും കൂടി ഒന്ന് വരക്കാം. നമ്മുടെ മിനി ബുക്ക് സെറ്റായി. നമുക്കിനി കളർ കൊടുക്കാം. ഫസ്റ്റ് നാവിന് റെഡ് അല്ല, അതിന് കൊടുക്കണം. കൊടുത്തു. ഇതാ വരുന്നത് റെഡും ഇതും ഈടിയാണ് ഇത് വരുന്നത് കേട്ടോ. റെഡാണ് നടുക്കിൽ വരുന്നത്. നമുക്ക് റെഡ് അടിക്കാം. അപ്പൊ ഇതാ റെഡ് അടിക്കുന്നുണ്ട്. അപ്പൊ ഇതാ നമുക്ക് അപ്പുറത്ത് വന്ന് ഐസ്ക്രീം ഇതല്ല ഇത് തന്നെ നമുക്ക് ജസ്റ്റ് ലവും കൂടി ഒന്ന് 4 വരക്കണം. നെക്സ്റ്റ് ഇത് ഇതാണ് ഇത്. നെക്സ്റ്റ് ഇതും കൂടിയാണ് ഷേഡ് വരുന്നത്. നമുക്കിനി അടുത്തത് ഇങ്ങനെയും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമുക്ക് അടുത്തത് ഓരോരോ കളറിന് മാച്ച് ആയത് കൊടുക്കാം. തെറ്റിപ്പോയി. ബ്ലൂ തന്നെ ബ്ലൂവിൻ്റെ അകത്ത് കൊടുക്കണം. നെക്സ്റ്റ് യെല്ലോ തന്നെ യെല്ലോൻ്റെ അകത്ത് കൊടുത്തേക്കാം. യെല്ലോ തന്നെ യെല്ലോൻ്റെ അകത്ത് കൊടുത്തേക്കുന്നുണ്ട്. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്
പിങ്കിൻ്റെ അകത്ത് പിങ്ക് തന്നെ കൊടുക്കണം, ഓറഞ്ചിൻ്റെ അകത്ത് ഓറഞ്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പത്തെ ഐസ്ക്രീം വരച്ചെടുക്കാം. ഒരു കാര്യം മറന്നുപോയല്ലോ, നമുക്ക് ഒരു കാര്യം മറന്നുപോയി, അത് നമുക്ക് വരയ്ക്കാം. ഇതിൻ്റെ മേലെ കൂട്ട ചെറുതായിട്ട് വരക്കാണ് എൻ്റെ കാര്യം മറന്നുപോയി. ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേറെ സാധനം ചെയ്യാനാണ്, ഐസ്ക്രീംസ്. നമുക്കിനി അടുത്തത് കൊടുക്കാം. നമുക്ക് ഐസ്ക്രീം വരയ്ക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതാ നമുക്കിത് ഐസ്ക്രീമും വരച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇവിടെ തന്നെയുള്ളത് ഷെയ്ഡ് കൊടുത്ത് വയ്ക്കാം. എൻ്റെ കയ്യിൽ ഇതൊക്കെ ആയി. ഞാൻ ഇത് 4 ഷെയ്ഡുമാണ് ഐസ്ക്രീമിന് കൊടുക്കുന്നത്. കൊടുക്കാം. നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തത് വേറെ സാധനം കൊടുക്കാനാണ് പരിപാടി. ചോക്ലേറ്റ് ബ്രൗൺ ആണുണ്ടാവുക. ഒരു ഡോട്ട് ഇട്ട് കൊടുക്കണം. കളറും കൂടിയിട്ടാണ് നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതാ നമ്മളെ മുന്ന് സൈഡ്, ഇത് ബാക്ക് സൈഡ്. അപ്പം നമ്മളെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ.